തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യവുമായി CPM. ഒരു ബൂത്തിൽ 1300-ലധികം വോട്ടുകൾ പോൾ ചെയ്യുക ദുഷ്കരം. ഒരു വോട്ടർ 3 വോട്ട് ചെയ്യുന്നതിനാൽ സമയം അധികമെടുക്കും. നിലവിലുള്ളതുപോലെ 600 വോട്ടർമാരെ ഒരു ബൂത്തിൽ ഉൾക്കൊള്ളിക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മീഡിയ വണ്ണോട് പറഞ്ഞു. ബൂത്ത് തലത്തിൽ 1300 വോട്ട് വരെ ഒരു ബൂത്ത് എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാട് തിരുത്തണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു ബൂത്തിൽ 1300 വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും. കാരണം 3 വോട്ടുകൾ ഒരു വോട്ടർ ചെയ്യേണ്ടി വരും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ മുൻപത്തേതുപോലെ തന്നെ ഒരു 650-700 വോട്ടുകളിൽ ഒരു ബൂത്ത് എന്നുള്ള ക്രമീകരണം ഉണ്ടാവണം എന്നുകൂടി ഇലക്ഷൻ കമ്മീഷനോട് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്തുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യം CPM മാത്രമല്ല പൊതുവിൽ തന്നെ ദീർഘകാലമായി ഉള്ളതാണ്. ഇതിൽ CPM ഇപ്പോൾ എന്തെല്ലാം നീക്കങ്ങൾക്കാണ് ഒരുങ്ങുന്നത്? ഈ ആവശ്യം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത്തവണ ഉന്നയിക്കാനാണ് CPM ഉദ്ദേശിക്കുന്നത്. കാരണം നേരത്തെ അബ്ദുൽ ഖാദർ സൂചിപ്പിച്ച പോലെ സാധാരണ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ ചെയ്യുന്ന പോലെ ഒരു വോട്ടല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത്. ഓരോ വോട്ടറും 3 വോട്ട് ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ തന്നെ ഇവർ വോട്ട് ചെയ്യുന്നുണ്ട്. നിരവധി ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്. ഇവർ വോട്ട് ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കൂട്ടുന്ന വേഗത്തിൽ വോട്ട് ചെയ്യണമെന്നില്ല, സമയമെടുത്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് 3 വോട്ടുകൾ പോൾ ചെയ്യേണ്ട സാഹചര്യത്തിൽ. അതുകൊണ്ട് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്നത് പോലെ 1300-1350 വോട്ടർമാർ ഒരു ബൂത്തിൽ ഉണ്ടാവുന്നത് പ്രായോഗികമല്ല എന്ന വാദമാണ് CPM ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ ഉള്ളതുപോലെ 600 മുതൽ 650 വരെയുള്ള വോട്ടർമാരായി ചുരുക്കണം. അതിന് പറ്റിയ രീതിയിൽ ബൂത്തുകൾ ക്രമീകരിക്കണം, വേണമെങ്കിൽ ബൂത്തുകൾ കൂട്ടണം എന്ന ആവശ്യമാണ് CPM ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ പോള്, അതായത് വോട്ട് ചെയ്യുന്നത് നിശ്ചിത സമയത്ത് പൂർത്തിയാവില്ല എന്ന ഒരു വാദമാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യം CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPM സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള ചർച്ചയിലാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഈ ആവശ്യം അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് CPM പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് വലിയ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ, വലിയ ജനസംഖ്യയുള്ള ജില്ലകളിലൊക്കെ തന്നെ വോട്ടിംഗ് ഇത്തരത്തിൽ ക്രമീകരിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായും വോട്ടിംഗ് പ്രശ്നമുണ്ടാക്കുമെന്നും പിന്നീട് അത് തർക്കങ്ങളിലേക്കും സമയം തികയാതെ വരികയും അവസാനം പോളിംഗ് നീണ്ടുപോകുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമെന്നും കണക്കുകൂട്ടുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ ഇപ്പോൾ തന്നെ സുപ്രധാനമായ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് CPM. അതിൻ്റെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ഒരു പ്രധാനപ്പെട്ട ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വെച്ച് തന്നെ തുടങ്ങുകയാണ്. ശരി നട്രാജ്.